ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം നേരുന്നു. മാതാപിതാക്കൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം മക്കളിലേക്ക് കടന്നു വരുമോ? പലരും ചോദിക്കാറുണ്ട്, സിസ്റ്ററെ, മാതാപിതാക്കളുടെ പാപത്തിൻ്റെ ഫലമാണോ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ ശിക്ഷ അല്ലെങ്കിൽ ഈ സഹനം? പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ പാപത്തിൻ്റെ ശിക്ഷ മക്കളിലേക്ക് അയക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഓരോ വ്യക്തിയും ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം, കർമ്മഫലം, നമ്മൾ തന്നെ ഇവിടെ ഈ ലോകത്ത് വെച്ച് തന്നെ അത് ചെയ്ത് നമ്മളെ കൊണ്ട് അതിൻ്റെ പ്രായശ്ചിത്തമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകത്തുള്ളൂ. ആ മാതാപിതാക്കളുടെ പാപം മക്കൾക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമല്ല നമ്മളുടെ ദൈവം. നമ്മളോട് കരുണ കാണിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് കൃപ വർഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവൻ, നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ച് അവസാന തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി ചിന്തിയ നിമിഷത്തിൽ തന്നെ ഈ ലോകത്ത് നമ്മൾ ചെയ്ത നമ്മുടെ എല്ലാ പാവങ്ങൾക്കും പരിഹാരം അവിടുന്ന് ചെയ്തു കഴിഞ്ഞു. പിന്നെ നമ്മുടെ പാപത്തിൻ്റെ ഫലമായിട്ട് മക്കളെ ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ മക്കളിലേക്ക് തിന്മ കടന്നു വരുന്ന ഒരു ജീവിതമല്ല, ഒരു വിശ്വാസമല്ല നമ്മളുടെ വിശ്വാസം. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ യേശു നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു. നമ്മുടെ എല്ലാ പാവങ്ങൾക്കും പരിഹാരം ചെയ്തു കഴിഞ്ഞു. നമ്മൾ പാവങ്ങളെക്കുറിച്ച് ഓർത്ത് അനുതപിക്കണം, പശ്ചാത്തപിക്കണം, മാനസാന്തരപ്പെടണം. നമുക്കറിയാം, പഴയ നിയമത്തിൽ ദാവീദ് രാജാവ് തൻ്റെ പടയാളിയായ ഊറിയായുടെ ഭാര്യയെ സ്വന്തമാക്കുന്ന ജീവിതത്തിൽ വന്നുപോയ വലിയൊരു പാപത്തിൻ്റെ ശിക്ഷ. ദാവീദിൻ്റെ ജീവിതത്തിൽ ആ ജഡിക പാപം അവനെ പാപത്തിൻ്റെ സാഹചര്യത്തിൽ കൂടി ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും വേദനകളുമൊക്കെ കടന്നു വരുന്നുണ്ട്. താൻ ചെയ്ത പാപത്തിൻ്റെ ഫലം അവൻ്റെ ജീവിതത്തിൽ തന്നെ അവൻ അനുഭവിക്കുകയാണ്. അവന് രാജസിംഹാസനം നഷ്ടപ്പെടുകയും തൻ്റെ മകനിൽ കൂടി തന്നെ അവന് സഹനത്തിൽ കൂടി കടന്നു പോവുകയും മരുഭൂമിയിൽ അതുപോലെ തന്നെ വനവാസമൊക്കെ അനുഭവിക്കുകയും എല്ലാം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, വനത്തിലായിരിക്കുമ്പോഴാണ് തൻ്റെ മകൻ മരിച്ചുവെന്ന വാർത്ത അറിയുന്നത്. ആ സമയത്ത് ദാവീദ് രാജാവ് ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ദൈവമേ, നീ എന്തിനാണ് തൻ്റെ മകൻ്റെ ജീവൻ എടുത്തത്? ഞാനാണ് പാവി, എന്നെ ശിക്ഷിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാനാണ് തെറ്റ് ചെയ്തത്, എൻ്റെ മകൻ്റെ ജീവന് നിലനിർത്തണമായിരുന്നുവെന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും ദാവീദ് തൻ്റെ മകനെക്കുറിച്ച് ഓർത്ത് വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ട് 7 ദിവസം ദുഃഖം ആചരിച്ചു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദാവീദ് രാജാവിന് ആ പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകുകയാണ്. തൻ്റെ മകൻ്റെ ആ സഹനത്തിൽ കൂടി, മകൻ്റെ മരണത്തിൽ കൂടി, തൻ്റെ മകൻ തന്നെ ശിക്ഷിച്ചിട്ട് പോലും
തൻ്റെ മകൻ തന്നെ ഉപേക്ഷിച്ചിട്ട് പോലും ദാവീദ് തൻ്റെ മകനോട് ക്ഷമിക്കുകയാണ്, കരുണ കാണിക്കുകയാണ്. ഒരു അപ്പന് തൻ്റെ മകനോട് കരുണ കാണിക്കുന്നു. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായ നമ്മളോട് എത്രമാത്രം കരുണയും സ്നേഹവുമാണ് നമ്മളോടുള്ളത്. നമ്മൾ എത്ര വലിയ മാരകമായ പാപം ചെയ്താൽ പോലും നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവം. നമുക്കറിയാം, ആദിമാതാപിതാക്കള് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. അവിടെയാണ് അവർ തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിയുന്നത്. ആ നഗ്നത മറയ്ക്കുവാൻ വേണ്ടി അവർക്ക് ദൈവം തന്നെ ഉടയാടയുണ്ടാക്കി കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പത്രോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ താൻ ഒരിക്കലും എൻ്റെ ദൈവത്തെ തള്ളിപ്പറയുകയില്ല, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ പത്രോസ് തൻ്റെ ജീവിതത്തിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ നിമിഷം പത്രോസ് ചങ്കുപൊട്ടി കരയുന്നുണ്ട്. യേശുവിൻ്റെ മുഖത്ത് നോക്കാനോ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഈശോയുടെ അടുക്കലൊന്ന് പോകാൻ പോലും മടിച്ച് ഭയന്ന് സ്വന്തം ജോലിയൊക്കെ വീണ്ടും വലയും വഞ്ചിയൊക്കെ എടുത്ത് മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മീൻ പിടിക്കാൻ നോക്കിയിട്ട് ഒറ്റ മത്സ്യങ്ങളെ പോലും ലഭിക്കുന്നില്ല. അപ്പോഴാണ് രാത്രിയിൽ ഇതാ യേശു അവരുടെ അടുക്കലേക്ക് നടന്നു വരികയാണ്. കടലിന് മീതെ നടന്നു വന്നുകൊണ്ട് അവരോട് ചോദിക്കുന്നു, മക്കളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? അപ്പം അവർ പറഞ്ഞു, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് നിങ്ങൾ വല വീശ്, അവിടെ നിങ്ങൾക്ക് മത്സ്യങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ അവർ വല വീശി ഇഷ്ടം പോലെ മത്സ്യങ്ങളെ കിട്ടി. കർത്താവ് ആ പത്രോസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കടലിനു മീതെ നടന്നു വരുന്ന യേശുവിനെ കണ്ടിട്ട് പത്രോസ് തൻ്റെ നഗ്നത വസ്ത്രം പോലും ഉപേക്ഷിച്ചുകൊണ്ട് ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി എന്നാണ് പറയുന്നത്. തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയും പത്രോസിൻ്റെ നഗ്നത എന്ന് പറയുന്നത് താൻ ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള നഗ്നതയാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ കുറ്റബോധം, താൻ ചെയ്ത് എൻ്റെ യേശുവിനെയാണല്ലോ ഞാൻ തള്ളിപ്പറഞ്ഞത്, തൻ്റെ ഗുരുവിനെയാണല്ലോ ഞാൻ തള്ളിപ്പറഞ്ഞത്, ആ നഗ്നത മറയ്ക്കാൻ വേണ്ടിയാണ് അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയത്. അവിടെയും ഈശോ കരങ്ങൾ കൊടുത്തുകൊണ്ട് പത്രോസിനെ വെള്ളത്തിൽ നിന്ന് കയറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും പലതരത്തിലുള്ള പാപങ്ങളും ജഡികാസക്തികളുമൊക്കെ നമ്മളെ അടിമപ്പെടുത്തുമ്പോൾ ആ തിന്മയുടെ സ്വാധീനം മക്കളിലേക്ക് ചിലപ്പോൾ കടന്നു വരാം. കാരണം ചില മാതാപിതാക്കൾ ജഡികമായ ആസക്തികളാൽ നിറഞ്ഞുകൊണ്ട് മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോൾ ആ പാപത്തിൻ്റെ സ്വാധീനം മക്കളിലേക്ക് കടന്നു വരാം. അതുകൊണ്ടാണ് പറയുന്നത് തിരുവചനത്തിൽ, മാതാപിതാക്കൾ പരിശുദ്ധരായിരിക്കണം, വിശുദ്ധരായിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി വിശുദ്ധിയിലും പരിശുദ്ധിയിലും ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനെന്ന്. പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും പരിശുദ്ധമായിരിക്കും. മാതാപിതാക്കൾ പരിശുദ്ധരാണെങ്കിൽ അവരുടെ മക്കളും ആ പരിശുദ്ധിയും വിശുദ്ധിയും അവർക്ക് ആ ജന്മനിമിഷത്തിൽ കൂടി അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കളിൽ കൂടി അവരിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. തോബിത്ത് തൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ സാറായെ വിവാഹം കഴിച്ച് ആദ്യ രാത്രിയിൽ അവളുടെ ഭർത്താക്കന്മാരെല്ലാം മരിച്ചു പോവുകയാണ്. അവസാനം തോബിത്ത് ഇവളെ വിവാഹം കഴിക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു പിറ്റേ ദിവസം തന്നെ അവനും മരിക്കും. എന്നാൽ ഈ തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിയാസ് ചെയ്യുന്ന ഇപ്രകാരമാണ്, തൻ്റെ ആദ്യ രാത്രി തന്നെ അവളെയും തൻ്റെ ജീവിത പങ്കാളിയെയും കൂട്ടി ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ജീവിതം ആരംഭിക്കുന്നത്. അവരുടെ കുടുംബജീവിതം അവർ ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനയിൽ കൂടിയാണ്. ഇത് കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന
വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന, വിവാഹ ജീവിതം നയിക്കുന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും സ്വന്തമാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന യുവതിവാക്കൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥനാ സഹായമായിട്ട് വരുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു തിരുവചന ഭാഗം വായിച്ചതിന് ശേഷമേ നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കാവുള്ളൂ എന്ന്. അതൊരു ദിവസം മാത്രമല്ല, ആദ്യ രാത്രി മാത്രമല്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ദമ്പതിമാരുണ്ട്. ഈ ഒരു വചനഭാഗം വായിച്ചുകൊണ്ട് കുടുംബജീവിതം അവസാന നിമിഷത്തിലും ആരംഭത്തിലും രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥനയോടുകൂടി കുടുംബജീവിതം നയിക്കുന്ന ദമ്പതിമാർ ഇന്നുമുണ്ട്, ഒരു ദിവസം പോലും മുടങ്ങാതെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കുടുംബജീവിതത്തിൽ അവരുടെ മക്കളും അവരുടെ ജീവിതവും ഒക്കെ അനുഗ്രഹിക്കപ്പെടും. കാരണം ഇത് കുടുംബജീവിതക്കാർക്ക് വേണ്ടിയിട്ട് ദൈവം നൽകിയ ഒരു തിരുവചന ഭാഗമാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ് എന്ന്. ഒരു ജീവിത പങ്കാളി അവളുടെ ദൈവം തന്ന ജീവിത പങ്കാളിയോർത്ത് അവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലോ ആഗ്രഹത്താലോ അല്ല, നിഷ്കളങ്കമായ പ്രേമത്താലായിരിക്കണമെന്ന്. അപ്പോൾ കുടുംബജീവിതത്തിൽ ഒരിക്കലും ജഡിക സുഖങ്ങൾക്കോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനോ അല്ല ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ദാമ്പത്യ ബന്ധമില്ലെങ്കിൽ പോലും അവിടെ സ്നേഹമുണ്ടെങ്കിൽ, പരസ്പരമുള്ള വിശ്വസ്തതയുണ്ടെങ്കിൽ അതുമാത്രം മതി എത്ര വർഷക്കാലം വേണമെങ്കിലും ജീവിച്ചിരിക്കാനുള്ള ശക്തി അവർക്ക് ലഭിക്കും. നമുക്കറിയാം, വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ ദിവസം തന്നെ, അല്ലെങ്കിൽ ഒരാഴ്ച, 2 ആഴ്ച, 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ ഉള്ള അപകടത്തിൽ കൂടിയോ രോഗത്തിൽ കൂടിയോ ജീവിത പങ്കാളിയുമായിട്ടുള്ള ദാമ്പത്യ ബന്ധം സ്വീകരിക്കാൻ പറ്റാത്ത കുടുംബജീവിതം നയിക്കുന്ന അനേകം ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അവർക്ക് ആ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ശക്തി ലഭിക്കുന്നത് ഒരിക്കലും അവരുടെ ജഡിക ആവശ്യങ്ങളിൽ കൂടിയല്ല, അവരുടെ സെക്സിൽ കൂടിയല്ല. അവർക്ക് ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ആത്മീയമായ ശക്തിയാൽ, സ്നേഹത്തിൻ്റെ പൂർത്തിയിലാണ് അവർക്കത് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ചിലർ പറയാറുണ്ട്, ദാമ്പത്യ ജീവിതം ഇല്ലെങ്കിൽ കുടുംബജീവിതമില്ല എന്ന്. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ പൂർത്തിയിൽ കുടുംബജീവിതം നയിക്കാനുള്ള ഒരു അനുഗ്രഹമാണ് സെക്സ്. നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ഒന്നാണ്. അത് സ്നേഹത്തിൻ്റെ പൂർത്തിയിൽ മാത്രമാണ് സ്വീകരിക്കേണ്ടത്. സ്നേഹമില്ലാതെ, പരസ്പരം വിശ്വാസമില്ലാതെ, പരസ്പര സ്നേഹമില്ലാതെ, വെറുപ്പിലും വിദ്വേഷത്തിലും മദ്യപിച്ചും ലഹരിക്കടിമപ്പെട്ടും ഒരിക്കലും ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ജനിക്കുന്ന മക്കള് പലതരത്തിലുള്ള ദുശ്ശീലങ്ങളിലേക്കും ജഡികാസക്തികളിലേക്കും തിന്മയുടെ ശക്തികളിലേക്കും അവർ കടന്നു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ ഇന്ന് ഒരു കുടുംബമാണ് സഭയുടെ, രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ കാരണം. ഇന്ന് പിശാചിനറിയാം, കുടുംബങ്ങളെ തകർക്കുകയാണെങ്കിൽ ഈ ലോകത്തെ മുഴുവനും തകർക്കാൻ, നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ വിശ്വസ്തതയെ, സ്നേഹബന്ധത്തെ നശിപ്പിച്ചു കളയാൻ വേണ്ടി പിശാച് ഓടി നടന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ, പരസ്പരം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ കുടുംബത്തിലുണ്ടെങ്കിൽ എന്തൊക്കെ സഹനങ്ങളുണ്ടായാലും, ഏതെങ്കിലും തരത്തിലെ ദുശ്ശീലങ്ങൾക്കും വിശ്വാസമില്ലാത്തതിൻ്റെ കുറവുകളും പോരായ്മകളും വ്യക്തികളിലോ ജീവിത പങ്കാളിയിലോ മക്കളിലോ ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. നമുക്കറിയാം, വിശുദ്ധ മോനിക്ക പുണ്യവതി, തൻ്റെ പ്രിയപ്പെട്ട മകൻ അവിശ്വാസിയായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും എല്ലാ ലൈബ്രറികളിൽ കൂടി കയറിയിറങ്ങി നടന്ന വ്യക്തിയാണ്. പക്ഷെ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ വചനമോ ബൈബിളോ എടുത്ത് വായിക്കാത്ത വ്യക്തി. അവൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള ഒരു യുവാവിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ തിന്മകളും
ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധവും കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം തൻ്റെ അമ്മ വായിച്ചിട്ട് തുറന്നു വെച്ചിരിക്കുന്ന തിരുവചനം കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വരം കേൾക്കുകയാണ്, എടുത്തു വായിക്കുക എന്ന്. അങ്ങനെ ആ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ അവനെ സ്പർശിച്ച ദൈവത്തിൻ്റെ വചനമാണ് അവൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്ക് നയിച്ചതും വിശ്വാസത്തിലേക്ക് കടന്നു വന്നതും. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കള്, ജീവിത പങ്കാളി ആരെങ്കിലൊക്കെ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ വിശ്വാസത്തോടുകൂടി അവർക്ക് വേണ്ടി വചനം വായിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ ചെയ്യാത്തത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും നിമിഷത്തിൽ അവർ തിരിച്ചു വരും. ദൈവത്തിൻ്റെ ശക്തി അവരിൽ പ്രവർത്തിക്കും, വചനത്തിൻ്റെ ശക്തി അവരിൽ പ്രവർത്തിക്കും. തിരുവചനത്തിൻ്റെ ശക്തിയിൽ അവർക്ക് മാനസാന്തര അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്, തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കാതെ തിന്മയ്ക്ക് അടിമപ്പെട്ട് ജഡികമായ ആസക്തികൾക്ക് അടിമപ്പെട്ടു പോകുന്ന മക്കള്, നശിച്ചു പോകുന്ന മക്കള് ഒക്കെ നമ്മുടെ കുടുംബത്തിൽ ലോകത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തു പറ്റി ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ് എന്ന്. ഒരിക്കൽ കൂടി റോമാലേഖനം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ജഡികമായ ഒരാസക്തികൾ ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ട് നമ്മൾ തിന്മകൾ ചെയ്ത് ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ് ജഡികമായ ചിന്തകളും അസ്വസ്ഥതകളും നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാതാപിതാക്കള് മക്കൾക്ക് ഏറ്റവും നല്ല മാതൃക കൊടുക്കേണ്ടത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായിരിക്കണം. വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ആ കുടുംബത്തെ, ഭർത്താവിനെ, മകനെ, ആ അമ്മയെ, ഇവരെ എല്ലാവരെയും വിശുദ്ധിയിലേക്ക് നയിച്ചത്. അതുപോലെ തന്നെ വിശുദ്ധ കൊച്ചു ത്രേസ്യ വളരെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയവളാണ്. വിശുദ്ധ അൽഫോൻസാമ വളരെ ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ടവളാണ്. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും ജീവചരിത്രത്തിൽ ഇവർ പറയുന്നുണ്ട്, ഇവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഇവരുടെ അപ്പച്ചനാണ് എന്ന്. രാത്രിയുടെ യാമങ്ങളിൽ കൊച്ചു ത്രേസ്യ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണാറുണ്ട്, തൻ്റെ അപ്പൻ തിരി കത്തിച്ചു വെച്ച് രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന അപ്പനെ കണ്ടുകൊണ്ടാണ് കൊച്ചു ത്രേസ്യയുടെ ജീവിതം. അതുപോലെ തന്നെ രാത്രിയുടെ യാമങ്ങളിൽ വിശുദ്ധ അൽഫോൻസാമയുടെ അപ്പനും മുട്ടുമേൽ നിന്നുകൊണ്ട് മിറ്റിൽ നിരത്തിയിട്ട് ആ മിറ്റിലിൻ്റെ മുകളിൽ നിന്ന് വേദനകൾ സഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരപ്പനെ കണ്ട അവളുടെ കുഞ്ഞുനാളിലെ ജീവിതമാണ് അവളെ ദൈവവിളിയിലേക്കും സഹനങ്ങളെ സ്വീകരിക്കുവാനൊക്കെയുള്ള ശക്തി അവൾക്ക് കൊടുത്തത് ഈ മാതാപിതാക്കളുടെ, ഈ അപ്പൻ്റെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവർ, ഇതുപോലെ ഒരപ്പൻ, ഒരമ്മ, ആരെങ്കിലും ഒരു കുടുംബത്തിനു വേണ്ടി നിത്യവും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പുവാനുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുവാനുണ്ടെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഇനി ഞാൻ ഓർക്കുകയാണ്, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തികളാണ് എൻ്റെ ഗ്രാൻഡ് പേരൻസ്. എൻ്റെ വല്യമ്മച്ചി 3 മണിയാകുമ്പോൾ എഴുന്നേൽക്കും, ജപമാല പ്രാർത്ഥന തുടങ്ങും,
പുലരി നിദ്ര എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ് അമ്മച്ചി 3 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിക്കും, പ്രാർത്ഥിക്കാൻ പറയും. അതുപോലെ 3 മണി എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് വെയിലാണോ മഴയാണോ എന്നൊന്നും നോക്കത്തില്ല. അമ്മച്ചി കുരിശിൻ്റെ വഴിയുടെ പുസ്തകവും എടുത്തുകൊണ്ട് അമ്മച്ചി ഇറങ്ങും. ഞങ്ങളുടെ വീട് വലിയ മലയുടെ സൈഡിലാണ്. അപ്പോൾ മലയ്ക്ക് കുറച്ച് കയറ്റം കയറി പോകുന്നൊരു സ്ഥലമുണ്ട്. അവിടേക്ക് അമ്മച്ചി എന്നെയും കൂട്ടിക്കൊണ്ട് പോകും. വളരെ ചെറുപ്പത്തിലെ അമ്മച്ചിയുടെ കൂടെ ഞാൻ നടന്ന് കല്ലിലും മുള്ളിലും ഒക്കെ ആണെങ്കിലും അമ്മച്ചി ഓരോ സ്റ്റേഷൻ 14 സ്ഥലങ്ങളെത്തുമ്പോഴും അമ്മച്ചി അവിടെ ആ മുട്ടുകുത്തി വണങ്ങുന്നത്, അമ്മച്ചിയുടെ ഒപ്പം മുട്ടുകുത്തി പ്രാർത്ഥിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതുപോലെ ആ അന്നൊക്കെ അമ്മച്ചി പ്രാർത്ഥിച്ചതിൻ്റെയും അമ്മച്ചിയുടെ കൂടെ നടന്ന് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഒരു വിശ്വാസവും ഒരു സ്വാധീനവുമായിരിക്കാം ഇന്ന് എൻ്റെ ഈ ദൈവവിളിയുടെ ഒരു ശക്തി എന്നെ പിടിച്ചു നിർത്തുന്നത്. ഇന്നും അവർ സ്വർഗത്തിലിരുന്നു കൊണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മളൊക്കെ ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറഞ്ഞവരായിട്ടുണ്ടെങ്കിൽ, നമുക്ക് ദൈവവിളിയൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനകളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുവാനായിട്ട് പോകുമ്പോൾ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും സ്തുതി കൊടുത്തിട്ട് പോകുമ്പോൾ എൻ്റെ വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോളെ നീ ആദ്യ കുർബാന സ്വീകരിച്ച ഉടനെ ഈശോയോട് പറയണം, എന്നെ നല്ലൊരു സിസ്റ്ററാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാൻ വളരെ ചെറുപ്പം മുതലേ 2ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ സിസ്റ്ററാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഇങ്ങനെ ചെറിയൊരു തോർത്തൊക്കെ തലയിലിട്ട് സിസ്റ്ററായിട്ട് അഭിനയിച്ചൊക്കെ ഞാൻ നടക്കുന്നതൊക്കെ വല്യപ്പച്ചൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഞാൻ ഓർക്കും വല്യപ്പച്ചൻ കിടന്ന് ഉറങ്ങുവാണ്, ഉറക്കത്തിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ഞങ്ങളുടെ അഭിനയങ്ങളൊക്കെ. ആങ്ങള കുർബാന ചെല്ലുന്നതും ഞാൻ കൂടെ നിൽക്കുന്നതും ഒക്കെ ഞങ്ങളിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് വല്യപ്പച്ചൻ അത് കണ്ടിട്ടാന്ന് തോന്നുന്നു അന്ന് എന്നോട് പറഞ്ഞു, മോൾ ആദ്യ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ പാടെ ഈശോയോട് പ്രാർത്ഥിക്കണം, എന്നെ നല്ലൊരു സിസ്റ്ററാക്കി മാറ്റണമേ എന്ന്. പ്രിയപ്പെട്ടവർ, അന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകരോ സിസ്റ്റേഴ്സോ ഒക്കെ എന്നെ ആദ്യ കുർബാനയ്ക്ക് പഠിപ്പിച്ച പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് എന്ത് പ്രാർത്ഥിക്കണമെന്നൊന്നും അവർ പഠിപ്പിച്ചൊന്നും എനിക്കൊരു ഓർമ്മയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ ഓർത്തു, ആദ്യ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു അരമണിക്കൂർ സമയം ഉപകാരസ്മരണ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ മുഴുവൻ സമയം പ്രാർത്ഥിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ, എന്നെ ഒരു നല്ല സിസ്റ്ററാക്കണേ, എന്നെ ഒരു നല്ല സിസ്റ്ററാക്കണേ എന്ന്. പിന്നീടൊരു ദിവസം എൻ്റെ എൽഡറിങ്ങിൻ്റെ സമയത്ത് എൻ്റെ എൽഡർ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആദ്യ കുർബാനയുടെ സമയത്ത് വല്യപ്പച്ചനിൽ കൂടി ഈശോ വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഞാനത് തിരിച്ചറിയുന്നതും ഞാൻ ഓർത്തെടുക്കുന്നതും. പ്രിയപ്പെട്ടവർ, ഇതുപോലെ കുഞ്ഞുനാളിൽ നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നതും അവരുടെ പ്രാർത്ഥനയും അവരുടെ സ്വാധീനങ്ങളും അവരുടെ നന്മയും വിശുദ്ധിയൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുവെങ്കിൽ, ഇതുപോലെ അവരുടെ പാപങ്ങളും അവരുടെ പാപ സാഹചര്യങ്ങളും അവരുടെ സ്വഭാവങ്ങളും നമ്മുടെ മക്കളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അവർ ചെയ്യുന്ന പാപത്തിനനുസരിച്ച് നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവം. ഇനി ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ഒരു മാതൃകയും ഇല്ലാത്ത അപ്പനോ അമ്മയോ ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ളവരുടെ ആണെങ്കിൽ പോലും നമ്മുടെ ചില മക്കൾ വളരെ വിശുദ്ധിയിലും നല്ല മക്കളായിട്ടും വളർന്നു വരുന്ന മക്കളെയും നമ്മൾക്ക് കാണാൻ സാധിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരെയും ദൈവമാണ് നയിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും. ദൈവത്തിൻ്റെ കൃപ എപ്പോഴും അവരുടെ മേലുണ്ടായിരിക്കും. പരിശുദ്ധി അമ്മയും വിശുദ്ധി യേശുപിതാവും തൻ്റെ പ്രിയപ്പെട്ട മകനെ വിശുദ്ധിയിലും സ്നേഹത്തിലും വളർത്തിയതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരുവാൻ, അവർക്ക് മാതൃകയായിട്ട് ജീവിക്കുവാൻ മാതാപിതാക്കളായ ഞങ്ങളെയും ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളായ നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി വളർന്നു വരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്നും പരിശുദ്ധി അമ്മയോടും ഈശോയോടും നമുക്ക് മധ്യസ്ഥം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢ്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.